ഞാൻ അന്നൊന്നും പറയാനുള്ള കേസല്ല, ഞാൻ അറിയാതെ വന്നതാ. പരിപാടി അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടല്ല, പൊട്ടിപ്പോയി, പൊട്ടി പൊളിഞ്ഞു പോയില്ലേ. പരിപാടി പൊട്ടി തകർന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറി എന്ത് പരിപാടിയാണ്. ധർമ്മൻ അപ്പൊ ധർമ്മൻ എടുത്താന്നേ, അഭിനയൊന്നുമില്ല, ഒരു പാസിംഗിൽ വരെ അഭിനയിച്ചിട്ടില്ല. അതിനകത്ത് അതുമായിരുന്നു 40 പൈസ പാട്ടൊക്കെ കിട്ടും. അങ്ങനെ കളക്ട് ചെയ്ത് എല്ലാ ഞായറാഴ്ചയും മാറ്റി. ബീക്ക എനിക്ക് അന്ന് മമ്മൂട്ടിയാണ്. എൻ്റെ മനസ്സിൽ മമ്മൂക്കായ അത്രയും പവറാ മിമിക്രിയില്, ഇപ്പോഴും അതോട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ പാലക്കാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലക്കാട് ഒറ്റപ്പാലത്തെ ലൊക്കേഷനാണ്. ജാഫർ ഇടിക്കാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത്. ജാഫർ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം. ഇവിടെ ഏതാണ് സിനിമ നടക്കുന്നത് ഇപ്പോൾ? ഇവിടെ പേരിട്ടില്ല. പേരിപ്പോൾ ഇന്ന് നാളൊക്കെ ആയിട്ട് വീഴും. നമ്മള് പടം ഇത് നമ്മൾ റിലേ ചെയ്യുമ്പോൾ പേര് വരും. പേര് ഇട്ടിട്ട് പറയാൻ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. എന്തോ ഒരു എനിക്കൊന്നും പറയാൻ പറ്റാത്ത എന്തൊരു പേര് പോലെ അതെല്ലാം പ്ലാൻ ചെയ്തു തന്നെ. ഇത് ഇന്ദ്രൻ ചേട്ടൻ, ഞാന്, രണ്ടുപേരും ആണ് മെയിൻ ചെയ്ത് കളിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു കുറേ താരങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരു പേര് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ കുറേ ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ തമ്മിൽ കളിച്ചു പോകുന്ന ഒരു സാധനമാണ്. ഒരു പ്രത്യേക ടൈപ്പ് ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലനും ആത്മാവും, അത് നല്ല പേരാണോ? അതൊക്കെ ചർച്ചയിൽ വന്നാ അതല്ല ഒരു കാലം പിടിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ കാലം പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയും. അപ്പോൾ മരിച്ചയാളെ കൊണ്ടുപോയില്ലേ. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടില് അതിന്റെ കർമ്മമൊക്കെ നടക്കുന്നത് അല്ലേ. പക്ഷെ ഈ കർമ്മമൊക്കെ നടക്കുന്നവരെ ഈ വീട്ടിൽ നിന്ന് ആത്മാവ് പോയില്ലെങ്കിലാ പോകുന്നില്ല. പുള്ളി പിടിച്ചുകൊണ്ട് വന്ന് നോക്കിയിട്ട് പുള്ളി പുറകെ നടന്നിട്ട് അങ്ങനെ പുള്ളി നമ്മളുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഞാൻ ഒരു ചെറിയൊരു അന്വേഷണം നടത്തുന്ന ഒരു സംഭവം. അങ്ങനെയാണ് ഈ സബ്ജക്ട്. അങ്ങനെയാണ് എന്റെ പ്രൊഡ്യൂസർ അഷ്റഫ് അല്ലേ? അഷ്റഫ് പ്ലാക്കൽ കുറെ പടം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലാഭവമണിയുടെ പുള്ളി മരണപ്പെട്ടു പോകുന്നതിന് തൊട്ട് മുമ്പ് ഏറ്റവും ലാസ്റ്റ് ചെയ്ത ഫിലിം എന്നാണ് പറയുന്നത്. മൂന്നാം നാൾ. അത് കുന്നംകുളത്ത്. ഇപ്പം നല്ല തിരക്കിന്റെ സമയമാണ് ജാഫറിന് അല്ലേ? കുഴപ്പമില്ല. ജാഫറിന് ഇപ്പം ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. സിനിമ കൊണ്ട് ജാഫർ തൃപ്തനല്ലേ ഇപ്പോൾ? പടച്ചവന് തൃപ്തനാണെന്ന്. കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ അന്നൊന്നും പറയാനുള്ള കേസല്ല, ഞാൻ അറിയാതെ വന്നതാ. ഞാനിത് എനിക്ക് ഇവിടെ ഈ രംഗത്തേക്ക് വരണം അല്ലെ ഇതൊന്നും അല്ലായിരുന്നല്ലേ എൻ്റെ രംഗം. അടി തന്നെ എന്നെ എത്ര കൊല്ലം മുമ്പ് അറിയാവുന്ന. അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാടിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഒരു കൂലിവേല കുടുംബം ആയതുകൊണ്ട് നമ്മൾ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ ജോലിയിലേക്കൊക്കെ ഇറങ്ങിയാടാ. കണ്ടം കൊയ്ത്ത്, പിന്നെ അതൊക്കെ അവിടെ തൊട്ടടുത്തിട്ട് റബ്ബർ നഴ്സറി, അവിടെ റബ്ബർ കുരു മണൽ വാരി റോട്ടിൽ കിടക്കണ മണലില്ലേ, കൂപ്പ് റോഡല്ലേ. അപ്പം അതിനകത്ത് അതുമാതിരി 40 പൈസ പാട്ടൊക്കെ കിട്ടും. അങ്ങനെ കളക്ട് ചെയ്ത് എല്ലാ ഞായറാഴ്ചയും മാറ്റിനി അങ്ങനെ. അപ്പം അങ്ങനെ വന്ന് 10ാം ക്ലാസ് 2 പ്രാവശ്യം തോറ്റു പോയി കഴിയുമ്പം മറ്റേ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ എടുത്തു. ആ ഓട്ടോറിക്ഷയും ഇലക്ട്രോണിക്സുമായിട്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് നയനാർ സർക്കാരിൻ്റെ കാലത്തിൽ യുവജനമേള വന്നു. ആ യുവജനമേളയിൽ എല്ലാ കൊല്ലവും ഈ ക്ലബിൻ്റെ പോയിട്ടെന്ന് നമ്മുടെ തൊടുപുഴ നെഹ്റു യുവകേന്ദ്രയുടെ പരിപാടികളൊക്കെ രവീന്ദ്രൻ ചേട്ടനല്ലോ മറ്റേ കോലാലി താസിന് എല്ലാവരും വിളിക്കാറുണ്ട്. ഇപ്പം അടുത്ത എൻ്റെ നമ്പർ വേണ്ടി വിളിക്കാത്ത പുള്ളി എല്ലാ കൊല്ലം അറിയിക്കും. നമ്മുടെ ക്ലബിൻ്റെ പോയിട്ട് പോകുമ്പോൾ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് വിളിക്കും. അപ്പം അങ്ങനെ രാജനിടിക്ക് അത് ഇങ്ങനെ റേഡിയോ നന്നാക്കാൻ ഇതൊക്കെ പറഞ്ഞാണെങ്കിലും ഒന്നുകൂടെ പറയാം. റേഡിയോ നന്നാക്കാൻ വന്നു. എൻ്റെ നോട്ട് 1 കപ്പാസിറ്റർ കേടായി പോയി. ഒരു 15 രൂപ അന്നത്തെ കാലത്ത് മേടിക്കാം. പക്ഷെ ഞാൻ മേടിച്ചില്ല. പുള്ളിയുടെ കാസറ്റ് എൻ്റെ അടുത്തുണ്ട്. പുള്ളി കാസറ്റിൽ അഭിനയിച്ചിട്ട് ചെറിയ പടമുള്ള കാസറ്റ് പുള്ളി എനിക്ക് ഇയാളെങ്ങോ വല്ലാതെ അങ്ങനെ റേഡിയോ കൊടുത്തു വിട്ടു. അങ്ങനെ പുള്ളി പറയാം അങ്ങോട്ട് തൊടുപുഴയ്ക്ക് പോവാണെങ്കിൽ ഞാൻ 2 മിമിക്രി പറഞ്ഞുതരാം, അതൊന്ന് ചെയ്ത് നോക്കാൻ പറയാം. അവിടെ ചെന്ന് പാട്ടിന് സെക്കൻഡ്, മിമിക്രിക്ക് ഫസ്റ്റ്. പാട്ട് സെക്കൻഡായി മിമിക്രി ഫസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അതിനോടൊരു ഇതായി. അങ്ങനെ പുള്ളി തടിയമ്പാട് എൻ്റെ കൂട്ടുകാര് ദേവസി, ജാക്സൺ, മാർട്ടിൻ, അങ്ങനെയുള്ള കുറെ രാജേഷ് എന്നൊക്കെ പറഞ്ഞ 5-6 പേരായിട്ട് പഠിപ്പിച്ചൊരു ട്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നു ഇടുക്കിയില്. രാജനാണ് നേതൃത്വം.
രാജമാഷ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തൃശ്ശൂർ വന്നതിന്റെ അച്ചൊക്കെ ഉണ്ടാക്കി. ഞങ്ങള് ചാർലി ചാപ്പിളിന് ഇങ്ങനെ ഒരു ബലൂൺ പിടിച്ചിട്ടുണ്ട്. അതിൽ 6 ബലൂണുകൾ പൊങ്ങി വയ്ക്കുമ്പോൾ ഒരേ ബലൂൺ ഞങ്ങളുടെ തല ക്രൈസി ബോയ്സ് എന്ന് കണ്ടായിരുന്നു അതിന്റെ പേര്. അങ്ങനെ അത് പിന്നെ വഞ്ചിക്കവല മകരവിളക്കിന്റെ പരിപാടി കേട്ടോ. കരയിലുള്ള ആൾക്കാർ, അതായത് മക്കുള്ളി വണ്ണപ്പുറം പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ പായും തലേനായിട്ട് വന്ന് ഉത്സവം കണ്ടിട്ട് പിറ്റേ ദിവസം എന്റെ വീടിന്റെ ബാക്കി കുഴപ്പമുള്ള ചരിത്രമാണ് മകരവിളക്കിനുള്ള പരിപാടി. ഭയങ്കര ഗംഭീരം. എല്ലാം കല്യാണവും മകരവിളക്കുണ്ടായിരുന്നു. ഇക്കൊല്ലം മാത്രം മകരവിളക്ക് 15-ാം തീയതിയാണ്, അല്ല ജനുവരി 14. അങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു പരിപാടി കിട്ടി. എന്റെ ഈ ആൾക്കാർ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. പരിപാടി അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടല്ല, പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ. ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്ന അരങ്ങേറ്റമല്ലേ ഇത്. കയറി ഞങ്ങൾക്കും വലിയ ഈ ആൾക്കാരൊക്കെ അക്കറ ഇങ്ങനെ ആക്കണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളെന്തോ പഠിച്ചു കയറി. പരിപാടി കയ്യിൽ നിന്ന് പോയി, മറന്നും പോയി, ഒക്കെ പോയി. വല്ലാതെ അവസ്ഥ 10 മിനിറ്റ് അങ്ങനെ അവതരിപ്പിച്ചിട്ട് ആൾക്കാർ മതി അതൊക്കെ നിർത്തിക്കുക, വേറെ സംഭവം തെറ്റിക്കുന്നു പറഞ്ഞു. അങ്ങനെ തോന്നുക. പിന്നെ അതങ്ങ് നിന്ന്. പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞ് അങ്ങനെ വന്ന് പിന്നെ മിമിക്രിയായി. കോട്ടയത്തൊരു ട്രൂപ്പുമായിട്ട് സെറ്റപ്പായി. ഐ വാച്ചൻ എന്ന് പറയുന്ന സിനിമ എഴുതിയ ജിജിമോൻ എന്നയാളുടെ പേര്. ഇത് ഒരു കട്ടപ്പനയുള്ള ജെയിംസ്, ഞാൻ, ഒരു ജോസ്, കണ്ണൻ ചങ്ങനാശ്ശേരി, സാഗർ കണ്ണൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് വട്ടം ചുറ്റും 4 പേരിട്ട് സംഭവം. ഒരു മാട്ട. അത് നല്ല ക്ലച്ചായി. അങ്ങനെ അതിന്റെ പുറകെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഈ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട് വൈക്കം. മനസ്സിലായി. അവിടെ മണൽവാരൽ തൊഴിലാളികൾ കുറെ പേര്, ഒരു 10-25 കുടുംബമുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ പിള്ളേർക്ക് മിമിക്രിക്ക്. പിന്നെ ഞങ്ങള് മാഷാവുക, ഞങ്ങള് പഠിച്ചാണല്ലോ. അങ്ങനെ അപ്പൊ ഒന്ന് കൊച്ചിൻ കലാഭവൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ മിമിക്രിക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തല്ല. മിമിക്രി എങ്ങനെ പഠിപ്പിക്കണേ? അതൊന്നുമില്ല. ഇതിപ്പോ ഒരു ചാനലിൽ ഞാൻ പറയാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുക്കി രാജൻ എനിക്ക് മിമിക്രി പറഞ്ഞു തന്നു, ഞാനത് പഠിച്ചു, ഞാനിപ്പോ ഇവിടം വരെ എത്തില്ലേ അല്ലേ. പുള്ളിയെ ലോകത്തിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരാള് കരകയറി വരുന്നത് ഞാനെന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും ചെന്ന് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയിൽ അതിലൊരു പയ്യൻ ഒന്ന് കരകയറി വന്നു, ഒരാള്. ഇപ്പൊ അദ്ദേഹം മിമിക്രി ഫീൽഡിലുണ്ട്. കോട്ടയം മനോജ്. പുള്ളിയാണ് പുള്ളിയുടെ ഗ്യാങ്ങിൽപ്പെട്ടവരെ പഠിപ്പിച്ചത്. മനോജിന്റെ വീട്ടിലാണ് കിടക്കുന്നു. അവരുടെ വീട്ടിലാണ് ഞാനും കണ്ണനും കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം 92-ലാണോ 93-ലാണ് 1900 ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു രാജനടിക്ക്. അപ്പൊ ഈ ഷിയാസിക്ക ബഷീർക്ക എന്തോ പ്രോഗ്രാമായിട്ട് അങ്ങോട്ട് ദുബായിക്ക് കണ്ടുപോകാറുണ്ട്. ശ്രീമൂലകാലത്ത് പ്രോഗ്രാം ഉണ്ട്. അവിടെ പോകാൻ ആളില്ല. പക്ഷെ അന്ന് ഈ ഷിയാസിക്ക ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ അത് കോപ്പി അടിച്ചാ. അത് എന്റേതല്ല, ഷിയാസിക്ക എന്നാ ചെയ്യണേ അതുപോലെ. അപ്പം രാജമാഷി റഹ്മാനക്കാട് പറഞ്ഞു, കലാമൻ റഹ്മാനക്കാടിന്റെ ട്രൂപ്പ് ജോക്സിന്റെ. അപ്പോൾ അടേ ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജാഫറിനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ആ പരിപാടി ഊരി പോരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജൻ മാഷ് പറയാ. അപ്പം പുള്ളി റഹ്മാനൊക്കെ ചോദിച്ചു, അല്ല ഇതൊക്കെ ശരിയാവോ? അതൊക്കെ ശരിയാവോ, പ്രൊഫഷണൽ ട്രൂപ്പല്ലേ, ചുമ്മാ എവിടെ നിന്ന് വരെ ആള് വന്ന് കേട്ട് ടിക്കറ്റ് പ്രോഗ്രാമോട്ട് നടക്കണേ. നേരെ എന്നെ കണ്ണനെയും കൊണ്ടുപോയി ഞങ്ങൾ പരിപാടിക്ക് പോയി. പരിപാടിക്ക് അവിടെ ചെന്നിറങ്ങി. എൻ്റെ അലി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പരിപാടി അങ്ങ് പൊട്ടിയിട്ടുണ്ടല്ലോ. ശ്രീമൂലനഗരത്താന്ന് പറഞ്ഞോ ടിക്കറ്റ് പ്രോഗ്രാം. വലിയ ഈ ടാർപ്പയൊക്കെ വെച്ച് മറച്ചു പൊട്ടിയാളാന്ന്. പരിപാടി പൊട്ടി തകർന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറി. എന്ത് പരിപാടിയുള്ള റഹ്മാനൊക്കെ പേരൊക്കെ വിളിച്ച് സംഭവം എന്നാന്നറിയോ, ഉദയ സൗണ്ട് ആയിരുന്നു. ഉദയ സൗണ്ടിൽ ഒരു പുതിയ 400 മിക്സർ വന്നു. അപ്പൊ ആ മിക്സർ അതിനകത്തൊരു കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. കട്ടിയുള്ള സൗണ്ട് ആരെങ്കിലും ഹലോ ഒന്ന് കട്ടാവും, 2 മിനിറ്റ് കഴിഞ്ഞ് അവന് ഓണായി വരുള്ളൂ. ഇത് സാധാരണ അവർ കട്ട് ചെയ്ത സ്വിച്ച് കട്ട് ചെയ്ത് ടാപ്പ് ചെയ്താ വിടുന്നത്. ഇത് പുതിയ കണ്ട് വിട്ടില്ല. ഇതൊരു 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്പറേറ്റർ ഇപ്പൊ ജീവൻ ടിവിയില് ചീഫ് ഇയാളെ എഡിറ്റർ കണ്ട ഈ വറീസേട്ടൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എന്റെ കൈ കണ്ടിച്ചു, ഞാൻ ആത്മഹത്യ. പരിപാടി പൊട്ടിയില്ല. ജനമൊക്കെ ഇതിന്റെ മുമ്പിൽ കയറിട്ട് എന്താ നമുക്ക് തള്ളല്ലേ. ലാസ്റ്റ് അനൗൺസ് ചെയ്ത് റഹ്മാനൊക്കെ ഇത് ഞങ്ങളുടെ കുഴപ്പമാണെന്ന് നിങ്ങൾക്ക് അല്ല, ഇത് സാങ്കേതികപരമായിട്ട് പറ്റിപ്പോയി, ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഈ പരിപാടി ഞങ്ങൾ അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞങ്ങൾ ഇതേ സ്ഥലത്ത് അവതരിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ആ പരിപാടി പൊളിഞ്ഞു. ഫസ്റ്റ് പരിപാടി പൊളിഞ്ഞു. പിന്നെ ആ പരിപാടി അങ്ങ് പോയി. പരിപാടി പോയി ഒരു 6-7 കൊല്ലം പുള്ളിയുടെ കൂടെ വന്നു. പിന്നെ അവിടുന്ന് ട്രൂപ്പ് നിർത്തിയപ്പോൾ തിരിച്ചൊന്ന് വന്നു. കൊച്ചിൻ സാഗർ അബീക്കാരുടെ ട്രൂപ്പിലേക്ക് മാറി. അന്ന് ഷെയ്ൻ ഒരു 4-5 വയസ്സാണ്. ഷെയ്ൻ നിഗം. പിന്നെ അവിടെ നിന്ന് കൊച്ചിൻ കലാഭവനിലേക്ക് ഈ ജാഫറിന്റെ ഇപ്പൊ ജാഫർ പറഞ്ഞ പോലെ കലാഭവൻ ഒക്കെ പറഞ്ഞല്ലോ, മിമിക്രി പഠിപ്പിച്ചു എന്ന് പറയാൻ രാജമാഷ് മാത്രമേ ഉള്ളൂ.
അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചിൻ കലാഭവൻ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മറ്റേ കലാപരമായിട്ടുള്ള പഠിപ്പിക്കുന്നത്, അവിടെ ഒരു മിമിക്രി പഠിപ്പിക്കുന്ന ഒരു സംഭവം വന്നെന്ന്, ഒരു പീരീഡ് പറഞ്ഞ മനസ്സിലായോ, ഒരു അങ്ങനെ ഒരു സംഭവം. ഏത് മിമിക്രിക്ക് ക്ലാസ്. അന്നേരം പിള്ളേരെ മിമിക്രിക്കാർ കംപ്ലീറ്റ് സിനിമാക്കാരാണ്. മിമിക്രിക്കാർ കൂടുതൽ സിനിമയിലേക്ക് വരുവാ, പിള്ളേർ ഇടിച്ചു തള്ളല്. അത് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കൃഷിയാക്കി. എങ്ങനെ എന്ത് ചെയ്യാനായിട്ട്? പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മിമിക്രി ഇത് 3-4 പറഞ്ഞു തന്നിട്ട് പിന്നെ എനിക്ക് ക്ലാസ് ഇട്ടത് ഈ തടിയമ്പാടി രാജമാഷ. പിന്നെ അല്ലാതെ രാജമാഷ ഇപ്പൊ ഈ 4 ദിവസം മുമ്പ് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുള്ളി ഡബ് ചെയ്യാൻ വന്നു. ഇപ്പൊ ഡബിങ്ങിൽ പുള്ളി ഭയങ്കര ഇൻവോൾവ് ആയിക്കാണ്. പുതിയ കാവുമ്പളത്തിന്റെ അവിടെ താമസിക്കുന്നു, കുടുംബമൊക്കെ ആയിട്ട് ഇടിക്കുന്നു പോകുന്നു, 2 മക്കളുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞു, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ചെനക്കം പഠിച്ചിട്ട് അമ്പാടി ആരും അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആദ്യമായിട്ടാണ് പറയുന്നത്. നമുക്ക് ലൊക്കേഷനിൽ വിളിക്കുന്നു, ഷോട്ടിന് സമയമായി, വീണ്ടും വന്നിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ അർഷമ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ മുടക്കുന്ന അർഷമാണല്ലോ, അപ്പം അർഷമലായിട്ട് ഡയറക്ടറിന്റെ അർഷമനായിരിക്കണല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും പോയിട്ട് വീണ്ടും വരും, ഒന്നും തിരിച്ചു വരും. അപ്പം ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഷൂട്ടിങ്ങിന് വിളിച്ച് അങ്ങ് പോയി രാവിലെ തിരിച്ചെത്തിണ്ട്. ഇത് ഷൂട്ടിങ് ഷിഫ്റ്റ് അല്ല. അന്നേരം ഞാനിടുന്ന ആടയാഭരണങ്ങൾ അതെയോ എല്ലാം സെറ്റായി. 2 മോതിരം, വാച്ച് എല്ലാം സെറ്റായി. കൂള് ഗ്ലാസ് വേറെ ലുക്കായി. നമ്മൾ ആ ഷൂട്ടിങ് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് നമ്മുടെ ചരിത്രവും കാര്യങ്ങളും വന്ന വരവ് എങ്ങനെ ഇടുക്കി രാജന്റെ അങ്ങനെ വന്നു. എനിക്ക് ഇടുക്കി രാജനെ നേരത്തെ അറിയാം. ഞാൻ പരിചയപ്പെടുന്നത് ഈ ഷിയാസ്, മോൻ്റെ ഷിയാസ്, ബഷീർ ഇവരുടെ കൂടെ വെച്ചാണ് ഇടുക്കി രാജനെ ഞാൻ ഇടുക്കിയിൽ പ്രോഗ്രാം ഒക്കെ കാണാൻ പോയത്. ഈ പറഞ്ഞ പോലെ ആ ഒരു യാത്രയാണ് ജാഫറിനെ ഇവിടെ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലേ? അങ്ങനെ വന്നിട്ട് 2 സ്റ്റേറ്റ് മത്സരത്തിന് പോയില്ലേ. അതിന്റെ യുവജനമേള ഒന്ന് ഇവിടെ മാമൻ മാപ്പിള. മാമൻ മാപ്പിള ഇപ്പൊ ഒരു ചരിത്രമുണ്ട്. മാമൻ മാപ്പിളകളിൽ നാളെ പരിപാടി. ഇന്ന് എന്നിട്ട് ഞങ്ങള് ഒരു 400 രൂപയുടെ ഒരു ലോഡ്ജ് എടുത്തു. ആ ലോഡ്ജിൽ എൻ്റെ കൂടെ ഉള്ള രാജമാഷിന്റെ വേറൊരു ഫോട്ടോഗ്രാഫി ശിഷ്യൻ സാജു മറ്റത്തിൽ, സാജു ചേട്ടൻ, പുള്ളിയാണ് എൻ്റെ കൂടെ ഒക്കെ എല്ലായിടത്തും വരുന്നത്. പുള്ളി ഞാനും കൂടി ഒരു പടം റിലീസ് കാണാൻ പോയി. ഏത് പടം എന്നറിയോ? ഏ ഓട്ടോ. കോട്ടയത്ത് റിലീസ് നടന്നു, കഴിഞ്ഞ ഈ ആഴ്ച നടന്നു. ആ ആഴ്ചയിലാണ് ഈ മത്സരം. മറ്റേ തലേദിവസം ഏ ഓട്ടോ കണ്ടു, പിറ്റേ ദിവസം മത്സരം. ഞാൻ 4ാം സ്ഥാനത്തേക്ക് പോയി സ്റ്റേറ്റില്. എന്നിട്ട് പിന്നെ അതിന്റെ പിറ്റേ കൊല്ലം പിടിച്ചിട്ട് കണ്ണൂർ പോലീസ് മൈതാനിയില് അവിടെ 3ാം സ്ഥാനോ 2ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ 2 സ്റ്റേറ്റ് ഒക്കെ മത്സരിക്കാൻ പറ്റി. പിന്നെ ഇതിനോട് ഒരു സംഭവം ഉണ്ടായി. പിന്നെ ആൾക്കാരിങ്ങനെ നമ്മൾ അതായി ഇതായി മറ്റേ ട്രൂപ്പിലേക്ക് വന്നല്ലോ. ആ ട്രൂപ്പിൽ വന്നു. റഹ്മാനക്കാരുടെ കോമിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞില്ല, കലാഭവനിലെത്തിയ കാര്യം പറയില്ലേ, ആ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് 8 സുന്ദരികളും ഞാനെന്ന് പറഞ്ഞ ഈ സീരിയൽ സൂര്യയുടെ അവിടെ നിന്നാണ് ഒരു ആ സീരിയൽ തോമസ് തോപ്പിൽക്കുടി അതിന്റെ റൈറ്റർ, അതിന്റെ അസിസ്റ്റന്റ് റൈറ്ററാണ് ഇന്നത്തെ നമ്മുടെ ധർമ്മജൻ. അന്ന് അഭിനയിക്കാനുള്ള ധർമ്മജൻ. പിന്നെ അത് മണിയമ്മളി രാജചേട്ടൻ, ഗീതാ വിജയൻ, തസ്നി ഖാൻ, ഛായ ഗോവിന്ദ്, നമ്മുടെ ക്രിക്കറ്റ് താരം അദ്ദേഹമല്ലേ നമ്മുടെ ശ്രീശാന്ത് സാർ, അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്റർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പാട്ടുകാരൻ, അദ്ദേഹത്തിന്റെ അനിയത്തിനെ കല്യാണം കഴിച്ച നിവേദിത.